بسم الله الرحمن الرحيم وأعدوا لهم ما استطعتم من قوة وبالرباط الخيل ترهبون به عدو الله وآخرين من دونكم لا تعلمونهم الله يعلمهم صدق الله العظيم. പരിശുദ്ധ ദീനിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുക, ഇതിപ്പോൾ ഒരു മുഅ്മിനിൻ്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം ആണല്ലോ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായി ഒരൊറ്റ ലക്ഷ്യമേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുക. ഇതാണ് നമ്മെ പടച്ചതിൻ്റെ ലക്ഷ്യം. അതിനാവശ്യമായ ഭൗതിക വ്യവഹാരങ്ങളെല്ലാം ദീനിന് എഴുത്തിറാളില്ലാത്ത, ആക്ഷേപമില്ലാത്ത ഏത് വ്യവഹാരങ്ങളും ആകാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇബാദത്തുല്ലാഹി ആണ്. ഇല്ലാലി യഅ്ബുദൂനി ഐ യഅരിഫൂനി വയഅ്ബുദൂ. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക. നമ്മുടെ ജീവിതമൊക്കെ ഇബാദത്താക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. ഇബാദത്തുകളായി മഹ്ലൻ ഇബാദത്തുകളായി അറിയപ്പെട്ട നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാം അള്ളാഹുവിൻ്റെ ഇബാദത്താക്കി നമുക്ക് മാറ്റാൻ ചെറിയ ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. ഇവിടെ ഇരിക്കുന്നതടക്കം നമ്മൾ പാടത്ത് പണിയെടുക്കുന്നതും നാം അധ്വാനിക്കുന്ന ഏതൊക്കെ ഫീൽഡിൽ ഉണ്ടോ, ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത ഏത് ഫീൽഡിൽ നാം ഉണ്ടെങ്കിലും അതെല്ലാം നിയ്യത്ത് നന്നാക്കിയാൽ ഇബാദത്താക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസമില്ല. എന്ത് ചെയ്താലും അവന് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മുഅ്മിനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ ലഹ്. മുഅ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. അവൻ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും ശരി, എല്ലാം അവന് നന്മയായി മാത്രമേ ഭവിക്കുകയുള്ളൂ. നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മളെ ഖദറിലെ വിശ്വാസമാണ്. മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനായി ജീവിക്കുകയാണെങ്കിൽ അവനെല്ലാം നന്മയായി ഭവിക്കും. ഇദാ അസാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹ്. സന്തോഷങ്ങൾ വന്നാൽ, ജീവിതത്തിൽ എത്രയോ ഘട്ടങ്ങൾ നാം സന്തോഷിക്കുന്നത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷങ്ങൾ വന്നാൽ ശകറ, അവൻ നന്ദിയുള്ളവനായിത്തീരുന്നു. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു, അൽഹംദുലില്ലാഹ് എന്ന് ചുരുങ്ങിയതൊരു വാക്കെങ്കിലും പറയും. ഫക്കാന ഖൈറൻ ലഹ്, അവനത് ഖൈറായി ഭവിക്കുന്നു. വഇദാ അസാബത്തുഹു ളറാഉ സബറ ഫക്കാന ഖൈറൻ ലഹ്. പ്രയാസകരമായ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരാറുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വന്നാൽ സബറ, അവൻ ക്ഷമിക്കും. ഫക്കാന ഖൈറൻ ലഹ്, അതും അവന് ഖൈർ തന്നെ. അതുകൊണ്ട് മുഅ്മിനിൻ്റെ കാര്യം ആലോചിച്ചാൽ വളരെ അത്ഭുതമാണ്. അവൻ്റെ ജീവിതം മുഴുവൻ അവന് പ്ലസ് പോയിൻ്റുകൾ മാത്രമായി വരും. ഇതിന് ചെറിയൊരു ശ്രദ്ധയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവും ആവശ്യമാണ്. ഈ അറിവാണ് നാം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ, പള്ളി ദറസുകളിലൂടെ
അറബിക് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, ദഅവ കോളേജുകൾ, അതിലൂടെയൊക്കെ നമ്മുടെ പൂർവികർ സാധ്യമാക്കി വിജയിപ്പിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇപ്പോഴും സ്തുത്യർഹമായ വിവിധ പുതിയ സംരംഭങ്ങളുമായി നമ്മുടെ ഈ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാന നാൾ വരെ ഉണ്ടാവും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീൻ അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. അന്ത്യദിനം വരെ സത്യത്തിൻ്റെ വക്താക്കളായി ഒരു വിഭാഗമുണ്ടാകും. അതുറപ്പാണ്. ഈ ഉമ്മത്ത് മഅസൂമത്തായ ഉമ്മത്താണ്. ഉമ്മത്ത് ഒന്നാകെ പഴച്ചു പോകില്ല. എങ്കിൽ സത്യത്തിൻ്റെ വിഭാഗം ആര് എന്ന് കണ്ടറിഞ്ഞ് അതിൻ്റെ കൂടെ കൂടുക എന്നതാണ് നമ്മുടെ ബാധ്യത. യാ അയ്യുഹന്നാസു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യത്തിൻ്റെ സംഘത്തോടു കൂടെ ഓരം ചേർന്ന് മുന്നോട്ട് പോകണം. അത് ഇന്ന് നമ്മുടെ കേരളക്കരയിലെ ഈ സാഹചര്യത്തിൽ എന്നും നമുക്ക് ബോധ്യമുള്ളതാണ്. നാം നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസുകൾ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നൽകുമാറാകട്ടെ. അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് വർത്തമാനകാല സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൽ ഭൗതിക താല്പര്യങ്ങളില്ല, രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, ഏതെങ്കിലും ബിദഈകളുടെ അച്ചാരം വാങ്ങിയവരില്ല, ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് അത് ഒരിക്കലും കളങ്കം ഏൽപ്പിക്കാൻ അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹു വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വലൗ വഹ്ദി എന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ വലിയ ആവേശമുണ്ടാക്കിയതാണ്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓരം ചേർന്ന് ധാരാളം സ്ഥാപനങ്ങൾ നമ്മളുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നതിൽ ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ് മദീനത്തുന്നൂർ. അതിൻ്റെ ധാരാളം ഓഫ് ക്യാമ്പസുകൾ ഉണ്ട്. അതിലൊന്നാണല്ലോ നമ്മുടെ ശുഹദ കോംപ്ലക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല. മുൻകാലങ്ങളിൽ ഉള്ളതല്ല എന്നുള്ള വെല്ലുവിളികൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ബിദ്അത്തുകാരായിരുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികളായി നിലകൊണ്ടിരുന്നതും അവരായിരുന്നു വെല്ലുവിളികൾ ഉയർത്തിയിരുന്നതും. ഇന്ന് അവർ ഉണ്ടെങ്കിലും അതൊന്നും സുന്നത്തി ജമാഅത്തിന് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒരു ശക്തിയുമില്ലാതെയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്നത് നാം കാണുന്നുണ്ടല്ലോ. നമ്മെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഭൗതിക ക്യാമ്പസുകളിൽ എത്തിപ്പെടുന്ന നമ്മുടെ നാട്ടിലും മദ്രസയിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന മക്കൾ SSFൻ്റെയും മറ്റും പ്രവർത്തകരായി, പിന്നെ അവരുടെ ഒരു ഏജ് കഴിഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം പിന്നിട്ട് അവർ പിന്നീട് പോകുന്ന കോളേജ് ക്യാമ്പസുകൾ ഇക്കാലത്ത് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ, സുന്നത്തി ജമാഅത്തിനെ യുവതലമുറയുടെ മനസ്സിൽ ഇകഴ്ത്തി കാണിക്കാനും അതിനോട് അനിഷ്ടമുണ്ടാക്കാനും വെറുപ്പുളവാക്കാനും വ്യാജ പ്രചാരണങ്ങൾ, എക്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, അല്ലാത്തവർ നേരത്തെ ഉള്ളവർ ഏതെങ്കിലും ജുസ്ഇയ്യാത്ത് എടുത്ത് സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരവമതിപ്പുണ്ടാക്കുക, അതിപ്പോൾ ഏത് പ്രസ്ഥാനത്തിനെയും മോശമായി കാണിക്കാൻ അവരുടെ നേതാവിനെ മോശമാക്കിയാൽ മതി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ബിദ്അത്തുകാർ സുന്നത്തി ജമാഅത്തിനെ കീഴൊതുക്കാനും തകർക്കാനും ശ്രമിച്ചിരുന്ന കാലം നമ്മുടെ മുമ്പിൽ അധികമൊന്നും ദൂരം അല്ല. പക്ഷേ അതൊന്നും ഏശാതെ അള്ളാഹുവിൻ്റെ ദീനിന് സുന്നത്തി ജമാഅത്തിന് തന്നെയാണ് അജയ്യത എന്ന് പാരമ്പര്യ മുസ്ലിങ്ങളായ നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ നിന്നു. പക്ഷേ ഏതെങ്കിലും റിപ്പോർട്ടുകളിൽ ചിലപ്പോൾ മൗദൂ ആകാം, ചിലപ്പോൾ അതിൻ്റെ ബാഹ്യമായ ഉദ്ദേശമല്ല, അതിൻ്റെ തഅ്വീലുകളുണ്ടാകാം. അതൊന്നും പരിഗണിക്കാതെ മുസ്ലിം മനസ്സുകളെ, പ്രത്യേകിച്ച് യുവ മനസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ ദാമ്പത്യ ജീവിതങ്ങളെക്കുറിച്ച്, മറ്റ് ഇസ്ലാമിൻ്റെ ധർമ്മസമരമടക്കം ഉള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പല ഭാഗത്തുനിന്ന് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് ഇക്കാലത്ത് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് എല്ലാവരും അടുത്തെത്തും. മുമ്പുണ്ടായിരുന്ന അങ്ങനത്തെ കുറച്ച് ആളുകൾ, പക്ഷേ അത് അവരിൽ ഒതുങ്ങുമായിരുന്നു. ഇന്ന് എല്ലാവരുടെയും കീശയിൽ ഇത് ആര് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് പറഞ്ഞാലും എത്തും. ഇവിടെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. ബോധമുള്ളവരായി തീരണം, പ്രത്യേകിച്ചും ഈ ഇൽമിൻ്റെയും സുന്നത്തി ജമാഅത്തിൻ്റെയും ദീനിൻ്റെയും വാഹകരായി തീരേണ്ട നമ്മൾ. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ. നിങ്ങൾ ദീനിൻ്റെ ശത്രുക്കൾക്ക് അവരെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമായ സർവശക്തികളും സംഭരിക്കണം. അന്ന് ധർമ്മസമരങ്ങൾ, സായുധ സമരങ്ങൾ നടന്നിരുന്ന കാലത്ത് അന്ന് ആയുധങ്ങളും കുതിരകൾ, ഒട്ടകങ്ങൾ പോലെയുള്ള ആധുനിക വാഹനങ്ങൾ വരുന്നതിന് മുമ്പ്, അതിനുശേഷം മറ്റ് സംവിധാനങ്ങൾ, അതൊക്കെയാണ് ആവശ്യമായിരുന്നത് ഒരു കാലത്തെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രസക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. ചില ഭീകര രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങളെ ഒതുക്കാൻ വേണ്ടി അവരുടെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും ആശയപരമായ സമരത്തിൽ ഇപ്പോൾ ആയുധം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇവിടെ നാം സ്വായത്തമാക്കേണ്ട ആയുധങ്ങൾ അറിവാണ്, വിജ്ഞാനമാണ്. ലിബറേറ്റീവ് സബ്മിഷൻ എന്ന് പറയുന്ന നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണം എന്ന തീം വളരെ പ്രസക്തമായ കാലമാണിത്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട് ഈ തീം സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച്. ഇൽമിന് വേണ്ടി നീ നിൻ്റെ കുല്ലും സമർപ്പിച്ചാൽ അതാണ് ഈ ലിബറേറ്റീവ് സബ്മിഷൻ. ഇൽമ് ബഅള് നിനക്ക് തരും. നമ്മളൊക്കെ ഇൽമിൻ്റെ, അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ കാമുകന്മാരായി തീരേണ്ടവരാണ്. അത് എവിടെ കണ്ടാലും, എവിടെ കിട്ടിയാലും, എവിടെ നിന്ന് കേട്ടാലും മടുപ്പുളവാക്കുന്ന കാര്യം അല്ല. അൽ ഇൽമു ളാല്ലത്തുൽ മുഅ്മിൻ അന്നാ വജദഹ അഖദഹ. നമ്മുടെ ഒരു വാച്ച് വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞു നടക്കുകയാണ്, ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളത് കണ്ടു, താഴെ കിടക്കുന്നുണ്ട്, അത് നമ്മുടേത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അവിടെ ഇരിക്കുന്നവരോട് നമ്മൾ സമ്മതം ചോദിക്കാറില്ല ഇത് എടുക്കട്ടെ എന്ന്. അതിൻ്റെ ആവശ്യമില്ല എന്ന നമ്മുടെ അവകാശബോധമാണ് അതിൻ്റെ കാരണം. ഇതെൻ്റേതാണ്, പിന്നെ എന്തിന് ഞാൻ അവരോട് ചോദിക്കണം?
ഈ ഒരു അവകാശ ബോധം ഇൽമിനെ കുറിച്ച് മുഅ്മിനായ വ്യക്തിക്ക് ഉണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. മുഅ്മിനിൻ്റെ കളഞ്ഞുപോയ സ്വത്താണ് ഇൽമ്. എവിടെ കിട്ടിയോ അത് എടുത്തുകൊള്ളുക, അതാരോടും പെർമിഷൻ വാങ്ങാൻ കാത്തുക്കണ്ട. ഇന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഇൽമുകളും ആവശ്യമാണ്. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വളരെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നെങ്കിലും നമ്മുടെ നേതാക്കന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സുൽത്താനുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാർ സമന്വയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കുന്നതും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ വരേണ്ടതിൻ്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതും. അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കാലത്തിന് ആവശ്യമായ എല്ലാ അറിവുകളും ഒരു ആലിമിന് ആവശ്യമാണ്. ഭാഷ വേണം. ഭാഷയിൽ നല്ല ഫ്ലുവൻ്റായി നമുക്ക് ഇംഗ്ലീഷിലും ഉറുദുവിലും മറ്റ് ഇതര ഭാഷകളിലും മലയാളത്തിലും അറബിയിലും നമുക്ക് സംസാരിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ചില ഖുറൈശികൾക്ക് മോചനദ്രവ്യമായി നിർദ്ദേശിച്ചിരുന്നത് നിരക്ഷരരായ ഒരു 10 മുസ്ലിങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. സാക്ഷരതയുടെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ അന്ന് തന്നെ കാണിച്ചു കൊടുത്തു. ആദ്യം തന്നെ ഇറങ്ങിയ സൂറത്ത് ആ കാര്യമാണല്ലോ പഠിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹു തആല ഒരു നിഅമത്തിനെ പ്രത്യേകം എടുത്ത് പറയാണ്. ആ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അല്ലാഹു തആല ഈ ലോകത്ത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന ഒരനുഗ്രഹമല്ലാത്ത മറ്റൊന്നും ചെയ്തില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ അനുഗ്രഹം തന്നെ മതി ഈ സമൂഹത്തിന് വിലമതിക്കാനാകാത്ത അനുഗ്രഹമായിട്ട്. നാം ഇന്ന് കാണുന്ന അറിവുകൾ, പേനയില്ലെങ്കിൽ, എഴുത്തില്ലെങ്കിൽ, വിശുദ്ധ ഖുർആന്, ഹദീസുകൾ, മുൻഗാമികളുടെ അറിവുകൾ, വലിയ ഗ്രന്ഥശേഖരങ്ങൾ തസ്നീഫ് ചെയ്ത് നമ്മെ ഏൽപ്പിച്ച മഹാന്മാരായ അയിമ്മത്തിൻ്റെ ഇൽമുകൾ ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടൂല. ഈ മനുഷ്യർ സംസ്കാര സമ്പന്നരായത് ആത്മീയ വിദ്യാഭ്യാസം കൊണ്ടാണല്ലോ. അത് നമുക്ക് ലഭ്യമായത് അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലെങ്കിൽ ഒരു ഉസ്താദിൽ നിന്ന് കേട്ടത്, ആ ഗുരുമുഖത്തിൽ നിന്ന് കേട്ടത് ആ ശിഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നല്ലാതെ, അദ്ദേഹം അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകും, എന്നാലും അത് കാലഹരണപ്പെട്ട് സംഗതി നമ്മളിൽ കൈമോശം വന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞതാണത്. അക്ഷരവിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം പഠിച്ച ഇൽമ് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന അറിവ് കൂടി നാം കരസ്ഥമാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ദീനിൻ്റെ ആത്മീയമായ സൗന്ദര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സമൂഹത്തെ ഉത്ബുദ്ധരാക്കേണ്ടത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാൻ, പറയാനും എഴുതാനും. സോഷ്യൽ മീഡിയ വന്നാൽ പിന്നെ എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആരും പറയാതെ തന്നെ എല്ലാവർക്കും സ്വയം കിട്ടിയതാണ്. അപ്പോൾ ഈ സമൂഹത്തെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അകക്കാമ്പ് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട്, ദീനിൻ്റെ ആത്മീയ സൗന്ദര്യം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പ്രസരിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നാം അതിൽ വിജയിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഒരു ഇംഗ്ലീഷുകാരൻ പറയണത്, അയാൾ മുസ്ലിമായി. അപ്പോൾ അയാളുടെ ഭാര്യയോട് മുസ്ലിമാകാൻ വേണ്ടി, രണ്ടുപേരും അമേരിക്കക്കാരാണ്. ഭാര്യ പറഞ്ഞ്, എന്നെ കൊന്നാൽ ഞാൻ മതത്തിലേക്കില്ല, ഒരിക്കലും ഞാൻ മുസ്ലിമാവില്ല. അപ്പോൾ അയാൾ പറഞ്ഞ്, നമ്മുടെ
വൈവാഹിക ജീവിതം തകരണ്ട എന്ന നിലക്ക് ഞാൻ ഭാര്യയെ കമ്പൽ ചെയ്തില്ല, നിർബന്ധിച്ചില്ല. എനിക്കെൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട്, അവരുമായി ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെട്ടു, ഞാൻ സ്വയം മുസ്ലിമായി. അങ്ങനെ ഒരു ദീർഘയാത്രയിൽ ഞാൻ പോയി വന്നപ്പോൾ എൻ്റെ കയ്യിൽ 2 ഖുർആൻ്റെ കോപ്പികളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നത്. ഞാനത് ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ പരിഭാഷ ഉണ്ട്, അവർക്ക് ഒരു ചെറിയ ഇസ്ലാമികമായ പരിഭാഷ, സുന്നത്യമായതിൻ്റെ പരിഭാഷ ഒന്നല്ലെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ കുറേയൊക്കെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയുണ്ടാവുമല്ലോ. ഞാനത് ഷെൽഫിൽ വെച്ചു. ഞാൻ ആരും ഭാര്യയെ കാണിക്കാൻ വെച്ചതൊന്നുമല്ല. ഞാനിങ്ങനെ ഒരു ദീർഘയാത്ര പോയി അതിന് ശേഷം പോയി വന്നപ്പോൾ ഇത് എൻ്റെ ഭാര്യയുടെ കണ്ണിൽ എങ്ങനെയോ പെട്ടു. അവളതെടുത്തു വായിച്ചു. ഒരു ദിവസം കൊണ്ട് അവൾ പകുതിയോളം വായിച്ചു തീർത്തു. അങ്ങനെ ഞാൻ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലൊന്ന് കിടന്നുറങ്ങി. ഞാൻ രാത്രി വൈകുന്നേരം വന്ന് കിടന്ന് പിറ്റേന്ന് രാവിലെ വരെ 12 മണിക്കൂർ കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് പകുതി ഭാഗം ഈ പെണ്ണ് വായിച്ചു. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് രണ്ടാക്കും മുസ്ലിമായാലെന്താ? ഇസ്ലാം ഒരിക്കലും എന്നോട് പറയരുത് എന്ന് പറഞ്ഞിരുന്ന ആ സ്ത്രീ എന്നോട് വന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എന്താ ഈ പെണ്ണിനുണ്ടായ മാറ്റം? അപ്പോൾ കയ്യിലുണ്ട് ഈ കിതാബ് പരിഭാഷ. അപ്പോൾ അവൾ വായിച്ച് അടയാളം വെച്ചിട്ടുണ്ട്, പകുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയ മുഹമ്മദ് നബി അല്ലല്ലോ ഇസ്ലാമിൻ്റെ പ്രവാചകൻ, ഞാൻ മനസ്സിലാക്കിയ സമൂഹമല്ലല്ലോ മുസ്ലിങ്ങളുടെ. അപ്പം അവർ മനസ്സിലാക്കിയത് ഏത് അമേരിക്കക്കാരെയും പോലെ, ഇയാൾ വിവരിക്കുകയാണ്, ഏത് അമേരിക്കക്കാരെയും പോലെ എൻ്റെ ഭാര്യയും ഇസ്ലാമിനെ പഠിച്ചത് ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നല്ല. മുസ്ലിം വിരുദ്ധരായ എഴുത്തുകാർ അവരാണ് ഇസ്ലാമിനെ അമേരിക്കയിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത്. വെറും ഒരു ഭീകര സംഘമാണെന്നും ഇസ്ലാമിൻ്റെ പ്രവാചകൻ തീർത്തും അപരിഷ്കൃതനാണെന്നും ആധുനിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മതമാണെന്നുമൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് എഴുതി പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇസ്ലാമിക വിരുദ്ധരാണ്. ഇത് വായിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തതല്ല, എങ്ങനെയോ അവളെ കയ്യിൽപ്പെട്ടതാണ്. അവൾ മാറി, ഞങ്ങൾ 2 പേരും മുസ്ലിങ്ങളായി. അയാൾ പറയാണ്, ഈ ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് ആധുനിക സമൂഹത്തെ അതിൻ്റെ ശരിയായ സോഴ്സുകളിലൂടെ പഠിപ്പിക്കാൻ കഴിയണം. എങ്കിൽ അത് ടെററിസമാണ്, അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്നും മറ്റുമൊക്കെയുള്ള ഈ പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ശരിയായ ഇസ്ലാമിനെ നാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ സാധിക്കും എന്ന് അദ്ദേഹം ഇപ്പം അടുത്ത് മുസ്ലിമായ ആളാണ്. നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ് എന്നതിന് സൂചന മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാവരെയും നമ്മുടെ മുമ്പിൽ ഈ ദീനിനെ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഔദാര്യമായി പറഞ്ഞു കൊടുക്കേണ്ടതല്ല അത്. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീൻ ഈ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഈ ദീന്. ഈ ദീനിൽ കടക്കുമ്പോൾ അവർക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ദീൻ. ഈ ദീന് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അതിനെക്കുറിച്ച് പഠിച്ച നമുക്കാണ്. അത് വിവിധ ഭാഷകൾ പറയുന്നവർ, സംസാരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഇത് എത്തിക്കാൻ കഴിയണം. ആദ്യം നമ്മൾ നമ്മളെ ദീനിനെക്കുറിച്ച് നന്നായി പഠിക്കണം. അതാണ് ഈ ലിബറേറ്റീവ് സബ്മിഷൻ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന പറയാറുണ്ട് എന്ന് പറഞ്ഞ സംഗതി ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ വന്നത്. നാം ഇൽമിന് വേണ്ടി നമ്മുടെ കുല്ലും സമർപ്പിച്ചാൽ ഇൽമിൻ്റെ ബഅദ് നമുക്ക് കിട്ടും. ആ ഇൽമ് എന്ന് പറഞ്ഞത് ഒന്നാമതായി നമ്മുടെ ദീനിയായ ഇൽമ്, പിന്നെ അതിൻ്റെ പോഷകങ്ങളായുള്ള മറ്റ് ആലാത്ത്, അതെല്ലാം പഠിപ്പിക്കുന്ന ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. ഇതുപോലെയുള്ള ധാരാളം നമ്മുടെ സ്ഥാപനങ്ങൾ. ഇവിടെ നമ്മൾ ഉത്തരവാദിത്തത്തിലേക്ക് ഉണരുക എന്നത് നമ്മൾ വളരെ നമ്മുടെ ഒരു അനിവാര്യമായ കടമയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഉള്ള തടസ്സങ്ങൾ നീക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരമാവധി അതിൻ്റെ തടസ്സങ്ങൾ നീക്കണം. മാനി ഉണ്ടായാൽ, ആ സബബ് ഉണ്ടായാൽ പോലും മാനി ഉണ്ടായാൽ കാര്യം നടക്കൂല.
സവാലായ ളുഹർ നിർബന്ധമാവും. പക്ഷേ ഹൈദ് മാനിയാണ്, അവൾക്ക് ളുഹറില്ല, നിസ്കരിക്കാനും പാടില്ല. അപ്പം മവാനി ഉണ്ടായാൽ ഇൽമു വരൂല. മുൻകഴിഞ്ഞ തലമുറ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ അവർ പഠിക്കണ കാലത്ത് മവാനി നന്നേ കുറവാണ്. അവർ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ദർസിലെത്തിയാൽ പിന്നെ അവരും ഉസ്താദുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പത്രം പോലും അന്ന് ദർസുകളിലേക്ക് വരില്ല. ഇന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു ദർസ് സംവിധാനം ചെയ്യാൻ സാധിക്കില്ല. നാം ഭൗതിക ലോകത്തെക്കുറിച്ചും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിവ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ നാം ഒക്കെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരും ഒഴിവുള്ള സമയങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി നമ്മുടെ ജീവിതം കളഞ്ഞാൽ നമുക്ക് ഈ രംഗത്ത് വിജയിക്കാൻ സാധ്യമല്ല. കുല്ലും നീ ഇൽമിന് വേണ്ടി സമർപ്പിച്ചാൽ ബഅദ് കിട്ടുന്ന ശൈഖുന പറയാറുള്ളത്. അത് മഹാന്മാരുടെ ഉദ്ധരണികൾ നമ്മൾക്ക് ഉദ്ധരിച്ചു തരികയാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅതി വ ഔലാ മാ ഉൻഫിഖത ഫീ നഫായിസുൽ ഔഖാത്ത്. നമ്മുടെ വില മതിക്കാനാവാത്ത ജീവിതം, ആ നമ്മുടെ ടൈം, നാം ചെലവാക്കുന്ന ഏറ്റവും മഹത്തായ ഇബാദത്ത് അത് ഇസ്തിഖാലു ബിൽ ഇൽമ്, ഇൽമ് പഠിപ്പിക്കുക, അതിൻ്റെ രചനകൾ നിർവഹിക്കുക, അതിനാവശ്യമായ കാര്യങ്ങൾ ഹിദമകളൊക്കെ ചെയ്യുക. ഇതാണ് അതിൽ തസ്നീഫും കിതാബ് അച്ചടിക്കലും കിതാബുകൾ വഖഫ് ചെയ്യലും മുതഅല്ലിമീങ്ങൾക്ക് ഓതാൻ കിതാബ് വാങ്ങിക്കൊടുക്കലും ഇതൊക്കെ ഇസ്തിഖാലു ബിൽ ഇൽമിൽപ്പെട്ടതാണ്. അപ്പം നമുക്കതിന് അവസരം കിട്ടിയ നമ്മുടെ ഇതേ പ്രായത്തിലുള്ള നമ്മുടെ ക്ലാസ്മേറ്റുകളായ ആളുകൾ, ഭൗതിക സ്കൂളുകളിലൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ ഈ വേഷത്തിലില്ല, ഈ ഫീൽഡിലും ഇല്ല. ഒരുപക്ഷേ അവർക്ക് സ്വബോധത്തിൽ തന്നെ ഉള്ളവരാകില്ല. ഡ്രഗ്സിൻ്റെ അടിമകളായ എത്രയോ യുവത്വങ്ങളുണ്ട്, നമ്മുടെ കൂടെ പഠിച്ചവരാകാം. പക്ഷേ അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് അള്ളാഹു തആല നമ്മെ എത്തിച്ചിരിക്കുന്നു. ഇതാരുടെ സുഹൃതം കൊണ്ടാണ്? ഇതാരുടെ പുണ്യപ്രവൃത്തി കൊണ്ടാണ്? നാം നേരത്തെ എന്തെങ്കിലും പുണ്യം ചെയ്തത് കൊണ്ടല്ല ഇങ്ങനെ ആയത്. അള്ളാഹുവിൻ്റെ സെലക്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഇവിടെ എത്തിയ നമ്മൾ ഇവിടുന്ന് വിജയിക്കാൻ നമ്മുടെ കസ്ബ് കൂടി അള്ളാഹുവിനോടുള്ള ദുആഉം ആ ഇഖ്ലാസോടുകൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നിയ്യത്ത് നന്നാക്കിയിട്ട് നാം അധ്വാനിക്കുമ്പോൾ മൻ ജദ്ദ വജദ്, അധ്വാനിച്ചവന് നേടാൻ കഴിയും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം ഫലവത്താക്കണം. അതിനാവശ്യമായി കഠിനാധ്വാനം തന്നെ ചെയ്യണം. ഇൽമിൽ കിതാബുകൾ മുതാല ചെയ്യുകയും നമ്മുടെ സംശയങ്ങൾ അതിൻ്റെ അങ്ങേ അറ്റം അത് തീരുവോളം നമ്മൾ അതിൻ്റെ പിറകെ ആ സംശയങ്ങളെല്ലാം തീർത്ത് ഒരു ഭാഗം നാം പഠിച്ചു പോകുമ്പോൾ സംശയങ്ങൾ ബാക്കിയാക്കി വെക്കാതെ ആ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി പോകുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൽ ബസാറത്തുണ്ടാവുക. അപ്പോഴാണ് നമുക്ക് പിന്നീട് അത് ദർസ് നടത്തി കൊടുക്കാനും നമ്മുടെ മുമ്പിൽ മുതഅല്ലിമീങ്ങൾ വരുമ്പോൾ അവർക്കത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അത്യാവശ്യമൊക്കെ എങ്ങനെ മതി എന്ന ചിന്തയിൽ നിന്ന് മാറി കഠിനാധ്വാനത്തിന് വേണ്ടി നമ്മൾ അസ്മ് ചെയ്താൽ ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അസ്മ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമല്ലോ. അപ്പോൾ നാഫിയായ ഇൽമു കിട്ടണം എന്ന് അതിനുള്ള എല്ലാ ആ ഇൽമു പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ്, തദ്രീസിനുള്ള തൗഫീഖ്, വഅദ് പറയാനും കിതാബ് രചിക്കാനും ലേഖനങ്ങൾ എഴുതാനും എല്ലാറ്റിനും ഇതൊക്കെ അള്ളാൻ്റെ ദീനിന് വേണ്ടി അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തൗഫീഖ് നീ നൽകണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ഓരോരുത്തരായി ദുആ ചെയ്ത് കൂട്ടമായും ദുആ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി